സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. ലൂക്കോസിന്റെ സുവിശേഷം 4-ാമത്തെ അധ്യായം 18-ാമത്തെ വാക്യം വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 18-ാമത്തെ വാക്യം. ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കയാൽ അവൻ്റെ ആത്മാവ് എൻ്റെ മേൽ ഉണ്ട്. ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും പീഡിതന്മാരെ വിടുവിച്ചയക്കുവാനും കർത്താവിൻ്റെ പ്രസാദവർഷം പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു. ഈ വചനങ്ങൾ യെശയ്യാവിൻ്റെ പുസ്തകത്തിലുള്ളതായ വചനങ്ങളാണ്. യേശു കർത്താവ് പള്ളിയിലേക്ക് ചെല്ലുന്നതായ സമയത്ത് അവൻ യെശയ്യാവിൻ്റെ പുസ്തകം വായിക്കുന്നതിന് വേണ്ടി എഴുന്നേറ്റ് നിന്നു. അപ്പോൾ അവൻ്റെ കണ്ണുകൾ ഈ വചനങ്ങളിന്മേൽ ഉടക്കാനിടയായി. അവൻ പുസ്തകം തുറന്ന സമയത്ത് ഈ വചനങ്ങൾ അവന് ലഭിക്കുവാനിടയായി. ദരിദ്രന്മാർക്ക് സുവിശേഷം അറിയിപ്പാൻ കർത്താവിൻ്റെ അഭിഷേകം എന്നിലുണ്ട്, കർത്താവിൻ്റെ ആത്മാവ് എന്നിലുണ്ട്. ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിക്കുന്നതിന് വേണ്ടി, ബദ്ധന്മാരെ വിടുവിച്ചെടുക്കുന്നതിന് വേണ്ടി, കർത്താവിൻ്റെ പ്രസാദവർഷം പ്രസംഗിക്കുന്നതിന് വേണ്ടി അവൻ എന്നെ അയച്ചിരിക്കുന്നു. അവൻ എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ഇന്നുള്ള അനേകം ആളുകളും അഭിഷേകം ചെയ്യപ്പെടണം എന്ന് ആശിക്കുന്നുണ്ട്. അഭിഷേകമെന്ന് പറഞ്ഞാൽ എന്താകുന്നു എന്ന് അറിയാതെ തന്നെയാണ് അഭിഷേകം ചെയ്യപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നത്. അഭിഷേകമെന്നുള്ള വാക്ക് എങ്ങനെ വന്നെന്ന് ചോദിച്ചാൽ, അന്നുണ്ടായിരുന്ന ആട്ടിടയന്മാർ ആടുകളെ മേയ്ക്കുന്ന സമയത്ത് ആടുകളിൽ ചില പുഴുക്കൾ കാണുമായിരുന്നു. ചില പുഴുക്കൾ അവയുടെ തലയിൽ നിന്ന് അവയുടെ ചെവികളിലേക്ക് ഇറങ്ങി വരികയും അവയുടെ ചെവികളിൽ കയറി ആടുകൾക്ക് ദോഷം ചെയ്യുമായിരുന്നു. അവയ്ക്ക് രോഗം വരുത്തിവെക്കുവാൻ ഈ പുഴുക്കൾ പലപ്പോഴും കാരണമായി തീരുമായിരുന്നു. അതുകൊണ്ട് ആ ആടുകളെ ആ പുഴുക്കളുടെ ആക്രമത്തിൽ നിന്ന് രക്ഷിക്കുന്നതിന് വേണ്ടി ഇടയന്മാർ എണ്ണ കൊണ്ടുവന്നിട്ട് ആടുകളുടെ തലയിലൊഴിക്കുമായിരുന്നു. ആ എണ്ണയപ്പോൾ തലയിൽ നിന്ന് ഒഴുകി ചെവികളിലും മറ്റും വീഴുവാനിടയാകുമായിരുന്നു. ആ സമയത്ത് അവയുടെ തലയിൽ വരുന്നതായ പുഴുക്കൾ എണ്ണയുള്ളതുകൊണ്ട് അത് താഴെ വീഴുമായിരുന്നു. ആടുകളുടെ ചെവിയിൽ കയറാൻ അത് പരിശ്രമിച്ചാലും അതിന് കയറുവാൻ കഴിയാതെ അത് തെന്നി വീഴുമായിരുന്നു. അങ്ങനെ ആടുകൾ അവയിൽ നിന്ന് രക്ഷ നേടുമായിരുന്നു. അഭിഷേകമെന്ന് പറഞ്ഞാൽ ദുഷ്ടശക്തികളിൽ നിന്ന്, ദുരാത്മാവിൽ നിന്ന്, ലോകത്തിൻ്റെ വിചാരങ്ങളിൽ നിന്ന്, ലോകത്തിൻ്റെതായ പ്രവൃത്തികളിൽ നിന്ന്, ലോക ആശകളിൽ നിന്ന് നമുക്ക് ദൈവം നൽകിയിരിക്കുന്നതായ പ്രൊട്ടക്ഷനാണ്, കാവലാണ്. അവൻ തൻ്റെ കരങ്ങളിൽ നമ്മെ ചേർത്ത് പിടിക്കുന്നത് പോലെ, അവൻ്റെ രക്തത്താൽ നമ്മെ കരുതുന്നത് പോലെ, നമ്മെ പരിപാലിക്കുന്നത് പോലെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ചേർത്തണച്ചുകൊണ്ട് ലോകത്തിൽ ഉള്ളതായ ആകർഷണങ്ങളിലേക്കാകട്ടെ, ലോകത്തിലെ ദുരാത്മാവ ശക്തികളിലേക്കാകട്ടെ നാം ആകർഷിക്കപ്പെടാതെ നമ്മെ കാക്കുന്നു. അതുമാത്രമല്ല, അഭിഷേകമെന്ന് പറയുമ്പോൾ ആദ്യം ദൈവം പുരോഹിതന്മാരെ അഭിഷേകം ചെയ്യുന്നതിന് വേണ്ടി മോശയോട് പറയാനിടയായി. അവരെ വേർതിരിച്ചുകൊണ്ട് അഭിഷേക തൈലത്താൽ അഭിഷേകം ചെയ്തുകൊണ്ട് എൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി അവരെ ഉപയോഗിക്കുമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ദൈവം ചില സമയങ്ങളിൽ രാജാക്കന്മാരെ അഭിഷേകം ചെയ്തിട്ടുണ്ട്. ഇശ്ശായിയുടെ മകനായിരുന്ന ദാവീദിനെ കണ്ട സമയത്ത്, ഞാൻ ആഗ്രഹിച്ച വ്യക്തി ഇവനാണ്, ഇവനെ എൻ്റെ തൈലം കൊണ്ട് അഭിഷേകം ചെയ്യൂവെന്ന് പറഞ്ഞുകൊണ്ട് അവനെ രാജാവാക്കി ജനത്തിൻ്റെ നായകനാക്കി മാറ്റാനിടയായി. ഒരു സമയത്ത് യഹൂ എന്നുള്ള ഒരു രാജാവിനെ ജയം നേടുന്നതിന് വേണ്ടി, യുദ്ധം ചെയ്ത് ശത്രുക്കളുടെ മേൽ ജയം നേടുന്നതിന് വേണ്ടി ആ രാജാവിനെ ചെന്ന് അഭിഷേകം ചെയ്യുക എന്ന് എലീശയോട് പറയുന്നതായിട്ടും നമുക്ക് കാണാം. ഓരോരോ സന്ദർഭങ്ങളിൽ പല ദൈവിക ഉദ്ദേശങ്ങൾക്ക് വേണ്ടി പ്രതിഷ്ഠിക്കപ്പെടുന്നതാണ് അഭിഷേകം ചെയ്യപ്പെടുന്നത്. അതുപോലെ ദൈവത്തിൻ്റെ ആലയത്തിൻ്റെ പണി നടന്ന സമയത്ത്
അതിൽ കൊത്തുപണികൾ ചെയ്യുന്നതിനു വേണ്ടി ഒരു വ്യക്തിയെ ദൈവം അഭിഷേകം ചെയ്യപ്പെടുവാൻ ഇടയായി. നമ്മളിൽ ഉള്ളതായ താലന്തുകളെ വീണ്ടും മൂർച്ച കൂട്ടിക്കൊണ്ട് ദൈവത്തിൻ്റെ ശുശ്രൂഷകൾക്ക് വേണ്ടി, ദൈവിക കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് ആകുന്നു അഭിഷേകം. അഭിഷേകം എന്ന് പറയുമ്പോൾ ആ കാലത്ത് തൈലം കൊണ്ടാണ് അഭിഷേകം ചെയ്തത്. എന്നാൽ ഈ കാലത്ത് പരിശുദ്ധാത്മാവ് അഭിഷേകത്തെ സൂചിപ്പിക്കുന്നു. ഇപ്പോൾ ദൈവം നമുക്ക് പരിശുദ്ധാത്മാ അഭിഷേകമാണ് നൽകുന്നത്. അഭിഷേകം എന്ന് പറയുമ്പോൾ ഒരു ദൈവദാസൻ ഒരു വ്യക്തിയെ അഭിഷേകം ചെയ്യുന്നതല്ല, മറിച്ച് മാതാവിൻ്റെ ഉദരത്തിലായിരിക്കുമ്പോൾ തന്നെ ദൈവം എന്തിനു വേണ്ടിയാണ് ഒരു വ്യക്തിയെ നിയമിച്ചത്, അവൻ അത് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനനുസരിച്ച് ജീവിക്കുമ്പോൾ, ദൈവത്തിൻ്റെ പ്രവൃത്തികൾ അവൻ്റെ ജീവിതത്തിൽ കാണുന്നത് മനസ്സിലാക്കുമ്പോൾ, അവയെ തിരിച്ചറിഞ്ഞുകൊണ്ട് എല്ലാവരുടെയും മുൻപിൽ പരസ്യമായി അഭിഷേകം ചെയ്യപ്പെടുന്നതാണ് അഭിഷേകം എന്നത്. ഒരു ദൈവഭക്തൻ പറയുവാനിടയായി, അഭിഷേകം എന്ന് പറയുന്നത് ഒരു പ്രത്യേക പണിക്ക് വേണ്ടി നിയമിക്കപ്പെടുന്നതാണ്. യേശുക്രിസ്തു ചെയ്തതുപോലെയുള്ളതായ ശുശ്രൂഷ ചെയ്യുന്ന ആളുകൾ ഇന്ന് ആവശ്യമാണ്. അതിനുവേണ്ടിയാണ് നമ്മെ അഭിഷേകം ചെയ്യുന്നത്. യേശുക്രിസ്തു ഏത് ശുശ്രൂഷയാണോ ചെയ്തത് ആ ശുശ്രൂഷകൾ ചെയ്യണം. യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷ എന്തായിരുന്നു? ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, അവൻ എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ദരിദ്രന്മാരോട് സുവിശേഷം അറിയിക്കണം. യേശുക്രിസ്തു ഈ ലോകത്തിലായിരുന്നപ്പോൾ ചെയ്തത് ദരിദ്രന്മാരോട് സുവിശേഷം അറിയിക്കുക എന്നതായിരുന്നു. ദരിദ്രന്മാർ എന്ന് പറയുമ്പോൾ ഭൗതികമായി ദാരിദ്ര്യം അനുഭവിക്കുന്നവർ മാത്രമല്ല, ആത്മീയമായി ദാരിദ്ര്യം അനുഭവിക്കുന്നവർ. ദരിദ്രർ എന്ന് പറയുമ്പോൾ കുറവുള്ള ആളുകൾ, ആവശ്യങ്ങളിലുള്ളവർ, ക്ഷാമത്തിലുള്ള ആളുകൾ, ഞെരുക്കത്തിലുള്ള ആളുകൾ, കടഭാരത്തിലുള്ള ആളുകളാണ്. ഈ കാലത്ത് വാസ്തവത്തിൽ ദരിദ്രന്മാരോട് സുവിശേഷം അറിയിക്കപ്പെടുന്നില്ല. നിന്നെ ദൈവം തിരഞ്ഞെടുത്തിട്ടുണ്ടോ? നിന്റെ മേലൊരു ദൈവത്തിൻ്റെ വിളിയുണ്ടോ എന്നു നീ തന്നെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നിന്റെ മേലുള്ള ദൈവത്തിൻ്റെ ഹിതം മനസ്സിലാക്കണം. രാജാവായിട്ട് അഭിഷേകം ചെയ്തു, പ്രവാചകനായിട്ട് അഭിഷേകം ചെയ്തു, സുവിശേഷകനായിട്ട് അഭിഷേകം ചെയ്തു. അതേ സമയത്ത് നാം നോക്കുകയാണെങ്കിൽ ദൈവം അതാത് സന്ദർഭങ്ങളിൽ അനേകം രീതിയിലുള്ളതായ അഭിഷേകം നൽകുന്നതിന് വേണ്ടി ഒരുങ്ങിയവനാകുന്നു. ഒരു പാട്ടുകാരനായിട്ട്, മ്യൂസിക് നല്ലോണം വായിക്കുന്ന വ്യക്തിയായിട്ട് ഒരുപക്ഷെ ദൈവം നിന്നെ അഭിഷേകം ചെയ്തിട്ടുണ്ടാവാം. കിന്നരം വായിച്ചു കൊണ്ടിരുന്നതായ ദാവീദിന്റെ മേൽ ദൈവത്തിൻ്റെ ഒരു അഭിഷേകം ഉണ്ടായിരുന്നതായിട്ട് കാണാം. ദാവീദിനോട് ദൈവം ഉണ്ടായിരുന്ന സമയത്ത്, അവൻ കിന്നരം വായിച്ചു കൊണ്ടിരുന്ന സമയത്ത് ആ പാട്ടുകളോടൊപ്പം തന്നെ ദൈവത്തിൻ്റെ അഭിഷേകവും ഉണ്ടായിരുന്നു. ഇന്നങ്ങനെ അഭിഷേകം ലഭിച്ചതായ സംഗീതം കുറവായിരിക്കുകയാണ്. അഭിഷേകം ചെയ്യപ്പെട്ടതായ ശബ്ദങ്ങൾ കുറഞ്ഞു പോകുന്നു. അഭിഷേകം ചെയ്യപ്പെട്ടതായ സന്ദേശങ്ങൾ നാം കേൾക്കുന്നുണ്ട്. അഭിഷേകത്തിന്റെ ശുശ്രൂഷകൾ ഒരുപാട് നാം കേൾക്കുന്നുണ്ട്. എന്നാൽ ദൈവം കൂടെ ഉണ്ടായിരിക്കുന്നതായ സമയത്തുണ്ടായിരിക്കുന്ന അഭിഷേകത്തോടു കൂടിയതായ ശുശ്രൂഷകൾ, അത് പാട്ടാകട്ടെ, പ്രസംഗമാകട്ടെ, ഒരു വാക്കാകട്ടെ, ഒരു സന്ദേശമാകട്ടെ, അത് അത്ഭുതകരമായ പ്രതിഫലം നൽകുന്നതായിരിക്കും. ഒരു നിമിഷം നമുക്ക് വായിക്കാം. 1 ശമൂവേൽ 16:12 മുതൽ വായിക്കുകയാണ്. ശ്രദ്ധിക്കുക. ഉടനെ അവർ ആളയച്ച് അവനെ വരുത്തി. എന്നാൽ അവൻ പവിഴ നിറമുള്ളവനും സുനേത്രനും കോമളരൂപിയും ആയിരുന്നു. അപ്പോൾ യഹോവ, എഴുന്നേറ്റ് ഇവനെ അഭിഷേകം ചെയ്യുക, ഇവൻ തന്നെ ആകുന്നു എന്ന് കൽപ്പിച്ചു. അങ്ങനെ ശമൂവേൽ തൈലക്കൊമ്പ് എടുത്ത് അവൻ്റെ സഹോദരന്മാരുടെ നടുവിൽ വച്ച് അവനെ അഭിഷേകം ചെയ്തു. യഹോവയുടെ ആത്മാവ് അന്നു മുതൽ ദാവീദിൻ്റെ മേൽ വന്നു. ദാവീദിന്റെ മേലേക്ക് യഹോവയുടെ ആത്മാവ് ശക്തമായിട്ട് വന്നു. നമുക്ക് 18-ാമത്തെ വാക്യം കൂടി നോക്കാം. ബാല്യക്കാരിൽ ഒരുത്തൻ, ബേത്ലഹേമിനായ ഇശായിയുടെ ഒരു മകനെ ഞാൻ കണ്ടിട്ടുണ്ട്. അവൻ കിന്നരവായനയിൽ നിപുണനും പരാക്രമശാലിയും യോദ്ധാവും വാക്ചാതുര്യമുള്ളവനും കോമളനും ആകുന്നു. അവന്റെ വാക്കുകൾ വാക്ചാതുര്യമുള്ളതാണ്. അവൻ കിന്നരം വായിക്കുന്ന സമയത്ത് ദൈവത്തിന്റെ അഭിഷേകം അതിൽ ഇറങ്ങുന്നത് കൊണ്ട് അത് കേൾക്കുന്നവരുടെ ഹൃദയത്തിൽ പതിയുന്നു. അത് ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങുന്നു. ഒരു ദൈവദാസൻ ഉണ്ടായിരിക്കേണ്ടത് നല്ല ഒരു വാക്ചാതുര്യം മാത്രമല്ല, ദൈവദാസന്മാരിൽ ദൈവത്തിന്റെ അഭിഷേകം ഉണ്ടായിരിക്കുമ്പോൾ അവരുടെ വാക്കുകളിൽ ഒരു ശക്തി ഉണ്ടാകും, ആ വാക്കുകളിൽ ഒരു ബലമുണ്ടാകും, ആ വാക്കുകൾക്കൊരു വിലയുണ്ടാകും. അത് ദൈവത്തിന്റെ പ്രവൃത്തിയെ ചെയ്യുവാനിടയാകുന്നു. ചില ആളുകൾക്ക് ഒരുപാട് താലന്തുകൾ ഉണ്ടായിരിക്കാം. ചിലർക്ക് ഒരു താലന്തായിരിക്കാം, ചിലർക്ക് മറ്റു പല പലമായ താലന്തുകൾ ദൈവം കൊടുത്തിരിക്കാം.
നിന്റെ മേലുള്ളതായ താലന്തുകൾ മനസ്സിലാക്കിക്കൊണ്ട് ആ താലന്തുകളിന്മേൽ ദൈവത്തിൻ്റെ അഭിഷേകം ഇറങ്ങി വരണമേ എന്ന് നീ പ്രാർത്ഥിച്ച് നാം എല്ലാവരും ചേർന്ന് സഭയായിട്ട് കൂട്ടായ്മയായിട്ട് ദൈവത്തിൻ്റെ രാജ്യത്തിൻ്റെ വിസ്തൃതിക്ക് വേണ്ടി ഒരുമിച്ച് പ്രവർത്തിച്ച് മുൻപോട്ട് പോകുന്ന സമയം എല്ലാവരും പ്രസംഗകർ അല്ലായിരിക്കാം, എല്ലാവരും പാട്ടുപാടുന്നവർ അല്ലായിരിക്കാം, എല്ലാവരും ഉപകരണങ്ങൾ വായിക്കുന്നവരല്ലായിരിക്കാം, എല്ലാവരും ഉപദേശിക്കുന്നവർ അല്ലായിരിക്കാം, എല്ലാവരും നടത്തിപ്പുകാർ അല്ലായിരിക്കാം. എന്നാൽ എല്ലാവരും ഒരുമിച്ച് ചേർന്ന് ദൈവത്തിൻ്റെ അഭിഷേകമുള്ളവരായി ദൈവത്തിൻ്റെ ശുശ്രൂഷ ചെയ്യുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ കാണുവാൻ കഴിയും. ലക്ഷക്കണക്കിന് ആളുകളെ രക്ഷിച്ചെടുക്കുവാനും കഴിയും. മറ്റൊരു വാക്യം നമുക്ക് വായിക്കാം. യോഹന്നാൻ എഴുതിയതായ 1 ലേഖനം 2 അധ്യായം 20 വാക്യം. നിങ്ങളോ പരിശുദ്ധനാൽ അഭിഷേകം പ്രാപിച്ച് സകലവും അറിയുന്നു. 27 വാക്യം. അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളിൽ വസിക്കുന്നു. ആരും നിങ്ങളെ ഉപദേശിപ്പാൻ ആവശ്യമില്ല. അവൻ്റെ അഭിഷേകം തന്നെ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ച് തരികയാലും അത് ഭോഷ്കല്ല, സത്യം തന്നെ ആയിരിക്കാലും അത് നിങ്ങളെ ഉപദേശിച്ചതുപോലെ നിങ്ങൾ അവനിൽ വസിപ്പിൻ. ദൈവത്താൽ അഭിഷേകം ചെയ്യപ്പെട്ട വ്യക്തിക്ക് മറ്റൊരു വ്യക്തി പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. കാരണം നിന്നിൽ വസിക്കുന്നതായ ആത്മാവ് നിന്നെ നടത്തുവാനിടയാകും. നിന്റെ കൂടെയുള്ളതായ കർത്താവ് നിന്നെ ഉപദേശിക്കും. അവൻ നിന്നെ ബലപ്പെടുത്താനിടയാകും. അഭിഷേകമെന്നത് നിന്നിൽ വസിക്കേണ്ടതാണ് എന്നത് നമുക്കിവിടെ കാണാം. ഈ കാലത്ത് അഭിഷേകം നഷ്ടപ്പെടുത്തിയ വിശ്വാസികളെ ഒരുപാട് പേരെ കാണാം. അഭിഷേകം നഷ്ടപ്പെടുത്തിയ ദൈവദാസന്മാരെ ഒരുപാട് പേരെ നമുക്ക് കാണാം. നീ ദൈവത്തിൻ്റെ ഇഷ്ടത്തെ മറികടക്കുമ്പോൾ ദൈവം നിനക്ക് നൽകിയിരിക്കുന്ന അഭിഷേകം നിന്റെ പേരിന് വേണ്ടിയോ അതുപോലെ തന്നെ നിന്റെ പ്രശസ്തിക്ക് വേണ്ടിയോ നീ അത് ഉപയോഗിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ സമ്പാദ്യത്തിന് വേണ്ടിയോ ഏതെങ്കിലും രീതിയിൽ നീ ഉപയോഗിക്കുന്നതായ സമയത്ത് കർത്താവിൻ്റെ ആത്മാവ് നിന്നെ വിട്ടുപോകുന്നു. അന്ന് ശൗൽ അഭിഷേകം പ്രാപിച്ചിരുന്നു. എന്നാൽ അവൻ അനുസരണക്കേട് കാണിച്ചപ്പോൾ ദൈവം അവനെ വിട്ടുമാറി. എന്നാൽ ദാവീദിനെ ദൈവം അഭിഷേകം ചെയ്തപ്പോൾ ദാവീദ് ആ അഭിഷേകം കാത്തുസൂക്ഷിച്ചു. അന്ത്യം വരെ അവനത് കാത്തുസൂക്ഷിച്ചു. ഒരു ഊര്യാവിൻ്റെ ഭാര്യയുടെ വിഷയത്തിൽ മാത്രമല്ലാതെ മറ്റ് ഒരു രീതിയിലും അവൻ വീണുപോയിട്ടില്ല എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. വ്യക്തിപരമായ വിഷയത്തിൽ ദാവീദ് ദൈവത്തെ ദുഃഖിപ്പിച്ചു, എന്നാൽ ദൈവിക വിഷയത്തിൽ ഒരിക്കലും അവൻ ദുഃഖിപ്പിച്ചിട്ടില്ലായിരുന്നു. ദൈവം പറഞ്ഞ സ്ഥലത്തേക്ക് പോകാനിടയായി. ദൈവം പറഞ്ഞതുപോലെ തന്നെ ചെയ്തു. ദൈവം അനുഗ്രഹിച്ചപ്പോൾ, അഭിഷേകം ചെയ്തപ്പോൾ ആട്ടിടയനായിരുന്ന എന്നെ ഇത്രമാത്രം ഉയർത്തുവാൻ ഞാൻ ആരാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവിനെ സ്തുതിക്കുവാനിടയായി. എൻ മനമേ യഹോവയെ സ്തുതിക്കുക, അവൻ ചെയ്തതായ ഉപകാരങ്ങൾ ഒന്നും മറന്നു പോകരുത് എന്ന് പറഞ്ഞുകൊണ്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടി അവൻ ജീവിച്ചതായിട്ടും കാണാം. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഇവൻ എൻ്റെ ഹൃദയപ്രകാരമുള്ളതായ മനുഷ്യൻ, എൻ്റെ ഉദ്ദേശങ്ങളെയെല്ലാം അവൻ നിറവേറ്റാനിടയായി. എനിക്കുള്ള ഒരേ ഒരു ആശ, മനുഷ്യർ എന്നെ പുകഴ്ത്തിയില്ല എങ്കിലും ദൈവം എന്നെ പുകഴ്ത്തിയാൽ മതി. ദൈവം എന്നെ നോക്കുന്നതായ സമയത്ത്, ജയ്പോൾ നീ എൻ്റെ വേല ചെയ്യുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ ഹിതപ്രകാരമാണ് നീ ശുശ്രൂഷ ചെയ്തത്. വിശ്വസ്തനായ നല്ല ദാസനെ എന്ന് ദൈവം എന്നെ വിളിക്കുമ്പോൾ എനിക്കത് കേട്ടാൽ മാത്രം മതി. രണ്ടാമതായി, ജയ്പോളിനെ കുറിച്ചുള്ളതായ എൻ്റെ ഉദ്ദേശങ്ങളെല്ലാം തന്നെ അവൻ ചെയ്തെടുക്കുവാനിടയായി. അവൻ നല്ലൊരു ദാസനായിട്ട് സേവ ചെയ്തു. എൻ്റെ പദ്ധതി എല്ലാം തന്നെ അവൻ നിവർത്തിക്കാനിടയായി. ദൈവത്തിൻ്റെ ഹിതം പോലെ തന്നെ ഞാൻ ജീവിച്ചു എന്ന് ദൈവത്തിൽ നിന്നും എനിക്ക് കേൾക്കുവാൻ കഴിയണം. അതാണെൻ്റെ ആഗ്രഹം, അതാണെൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യവും. അവൻ്റെ ഹിതത്തിൽ നിന്ന് മാറിപ്പോകാനിടയാകാതെ ഈ കാലത്ത് പേരും പ്രശസ്തിയും നേടുവാൻ എളുപ്പമുള്ളതായ ഒരുപാട് മാർഗങ്ങൾ നമ്മുടെ നടുവിലുണ്ട്. എന്നാൽ യേശുക്രിസ്തു നിവർത്തിയായി എന്ന് പറയുന്നതുവരെയും അവൻ ദാഹിക്കുന്നു എന്ന് പറഞ്ഞു. അവൻ്റെ തൊണ്ട വരണ്ടുണങ്ങി, രക്തമെല്ലാം വാർന്നുപോയി. അവൻ്റെ ശരീരത്തിൽ നിന്നും ഏകദേശം 6.5 ലിറ്റർ രക്തം ഒഴുകിപ്പോയി എന്ന് കണ്ടുപിടിക്കാനിടയായി. ഒരു മനുഷ്യ ശരീരത്തിൽ ഏകദേശം 7.5 ലിറ്ററോളം രക്തം കാണും. ഏകദേശം അവൻ്റെ ശരീരത്തിലെ രക്തം മുഴുവനും ഒഴുകിപ്പോയി. സകലതും നിവർത്തിയായിരിക്കുന്നു. പിതാവേ, നിന്റെ കരങ്ങളിലേക്ക് എൻ്റെ ആത്മാവിനെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞു. അവനാകുന്നു എൻ്റെ മാതൃക, അവനാകുന്നു എൻ്റെ ലക്ഷ്യം. അവനെ വിളിച്ച പിതാവ് തന്നെയാണ് എന്നെയും വിളിച്ചത്. അവനെ അഭിഷേകം ചെയ്തവൻ തന്നെയാണ് എന്നെ അഭിഷേകം ചെയ്തത്. അവൻ ചെയ്ത ശുശ്രൂഷ ചെയ്യുവാനാണ് എന്നെയും ഏൽപ്പിച്ചിരിക്കുന്നത്. ഇത് ഞാൻ ഒരിക്കലും മറന്നു പോകാതെ ദൈവത്തിൻ്റെ പ്രേരണയാൽ വീഥികളിൽ ചെന്നിട്ട് ദൈവിക സുവിശേഷം പറഞ്ഞു.
നശിച്ചു പോകുന്നവരോട് സുവിശേഷം അറിയിക്കുന്നതായ ഈ ജോലിയേക്കാൾ മറ്റൊരു ശ്രേഷ്ഠമായ ജോലിയുമില്ല. ആ കർത്താവ് ചെയ്തതായ ശുശ്രൂഷ തന്നെയാകുന്നു ഞാൻ ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവിന്റെ നാമത്തിനു വേണ്ടി, അവന്റെ രാജ്യത്തിന്റെ വിസ്തൃതിക്ക് വേണ്ടി പരിശ്രമിച്ചുകൊണ്ട് മുൻപോട്ട് പോവുകയാണ് ചെയ്യുന്നത്. ഈ കാലത്ത് ആത്മാക്കളെ നേടിയെടുക്കണമെന്നുള്ളതായ ദാഹം അനേകരിൽ കുറഞ്ഞു പോകുന്നു. ദൈവിക ശുശ്രൂഷകൾ മുഖാന്തരമായി നരകത്തിലേക്ക് പോകുന്നതായ അനേകം ആളുകളെ സ്വർഗത്തിലേക്ക് കൊണ്ടുവരേണ്ടതാണ് എന്നുള്ളതായ സത്യം മറന്നു പോകുന്നു. സുഖമായിരുന്നു കൊണ്ട് പാട്ട് പാടുക മാത്രമല്ല, എന്തിനു വേണ്ടിയാണോ നീ രക്ഷിക്കപ്പെട്ടത് അതിനുവേണ്ടി നീ ജീവിക്കണമെന്നത് നീ മനസ്സിലാക്കേണ്ടതാണ്. അങ്ങനെ ദൈവത്തിന്റെ രാജ്യത്തിന്റെ കെട്ടുമണിയുടെ ഭാഗവാക്കായി തീരണമെന്നുള്ള കാര്യം പലരും മറന്നുപോകുന്നു. രക്ഷിക്കപ്പെട്ടതായ സകല വ്യക്തികളുടെ മേലും ഒരു അഭിഷേകമുണ്ട്. രക്ഷിക്കപ്പെട്ടതായ ഓരോ വ്യക്തികളുടെ മേലും ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. നിന്നെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ഉദ്ദേശത്തെ നീ മനസ്സിലാക്കിക്കൊണ്ട് ആ ഉദ്ദേശം സാധിക്കുവാൻ നീ പോയാൽ ദൈവത്തിന്റെ പുകഴ്ച നേടാനിടയാകും. അങ്ങനെ നിന്റെ ചുറ്റുപാടുമുള്ള അനേകം ആളുകൾക്ക് നിന്റെ ജീവിതം ഒരു അനുഗ്രഹമായിട്ട് തീരാനിടയാകും. ഈ ദിവസം ലക്ഷക്കണക്കിന് ആളുകൾ നശിച്ചു പോകുന്നുണ്ട്. ലോക ജനസംഖ്യയുടെ 1/3 പോലും യഥാർത്ഥമായ സുവിശേഷം ഇപ്പോൾ കേട്ടിട്ടില്ല. ഈ കാലത്ത് ഫേസ്ബുക്കിൽ കൂടി, യൂട്യൂബിൽ കൂടി, അതുപോലെ ട്വിറ്ററിൽ കൂടി അനേകം ആളുകളിലേക്ക് സുവിശേഷം എത്തിക്കുവാനുള്ള എളുപ്പമായ മാർഗം ദൈവം തുറന്നു തന്നിരിക്കുന്നുണ്ട്. നീ കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയാണെങ്കിൽ, നിന്റെ ജീവിതത്തിൽ നിനക്ക് ഒരു മീഡിയ ഓപ്പറേറ്റ് ചെയ്യുവാനുള്ള കഴിവുള്ള വ്യക്തിയാകുന്നുവെങ്കിൽ, നിനക്ക് സ്റ്റേജിൽ നിന്ന് പ്രസംഗിക്കാനുള്ള കഴിവില്ല എങ്കിൽ, ഒരുപക്ഷെ നിനക്ക് മീഡിയയിൽ കൂടി ദൈവത്തിന്റെ വചനത്തെ നീ പ്രസംഗിച്ചില്ലായിരിക്കുമെന്നാൽ മറ്റുള്ള ദൈവദാസന്മാർ പ്രസംഗിച്ച വചനങ്ങളെ അനേകരിലേക്ക് നീ എത്തിച്ചു കൊടുക്കുകയാണെങ്കിൽ നിനക്കും അതേ പ്രതിഫലം തന്നെ വരികയും ദൈവരാജ്യത്തിന്റെ കെട്ടുപണിക്ക് വേണ്ടി നീ ഉപയോഗിക്കപ്പെടുകയും ചെയ്യുന്നുവെന്ന് ഓർക്കുക. ഈ കാലത്ത് ഈ ടെക്നോളജി വളർന്നതിന് ശേഷമായി ഒരുപക്ഷെ നോക്കുകയാണെങ്കിൽ ദൈവവേല എളുപ്പമായിരിക്കുകയാണ്. ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് യേശുവിന്റെ സ്നേഹത്തിന്റെ വചനങ്ങളെ എത്തിച്ചു കൊടുക്കുവാൻ നമുക്ക് എളുപ്പത്തിൽ സാധിക്കുന്നു. ദൈവം നിനക്ക് നൽകിയിരിക്കുന്ന താലന്ത് എന്താണ്? ദൈവം നിന്നിൽ ഇട്ടിരിക്കുന്നതായ അഭിഷേകം എന്താണ്? ദൈവത്തിന് നിന്നെക്കുറിച്ചുള്ളതായ ഉദ്ദേശം എന്താണ് എന്നത് നീ മനസ്സിലാക്കുകയാണെങ്കിൽ, അതിനെ കർത്താവിനു വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ, മനുഷ്യരൊരുപക്ഷെ നിന്റെ മേൽ കൈവച്ച് അഭിഷേകം ചെയ്തില്ലായിരിക്കാം, എന്നാൽ പരിശുദ്ധാത്മാവിനാൽ നമുക്ക് അഭിഷേകം ലഭിക്കാനിടയാകും. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 1-ാമത്തെ അധ്യായം അതിൻ്റെ 21-22 വചനങ്ങൾ നമുക്ക് വായിക്കാം. 2 കൊരിന്ത്യർ 1:21-22. ഞങ്ങളെ നിങ്ങളോടുകൂടെ ക്രിസ്തുവിൽ ഉറപ്പിക്കുന്നതും നമ്മെ അഭിഷേകം ചെയ്തതും ദൈവമല്ലോ, ദൈവമാണ്. ഈ ദിവസം ഒരു ഗ്രൂപ്പായിട്ട്, ഒരു കൂട്ടായ്മയായിട്ട് നാം എല്ലാവരും കൂടിച്ചേർന്നുകൊണ്ട് ജീവിക്കുന്നതിന് വേണ്ടി നാം ഒരുമിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ, അവൻ്റെ സുവിശേഷം പ്രസംഗിക്കുവാൻ, ഒരുമിച്ച് അവൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ നമ്മെ അഭിഷേകം ചെയ്തിരിക്കുന്നവൻ ദൈവമാണ്. വായിക്കുക. അവൻ നമ്മെ മുദ്രയിട്ടും ആത്മാവ് എന്ന അച്ചാരം നമ്മുടെ ഹൃദയങ്ങളിൽ തന്നുമിരിക്കുന്നു. അവൻ്റെ ആത്മാവ് നമ്മുടെ ഹൃദയത്തിൽ അവൻ പകർന്നിരിക്കുകയാണ്. നമുക്ക് ആശ്വാസം നൽകുന്നതാണ് ദൈവത്തിൻ്റെ ആത്മാവ്. ഈ ദിവസം പരിശുദ്ധാത്മാവിൻ്റെ ആത്മാവ് നമ്മെ നിരന്തരം പുതുമയുള്ളതാക്കുവാൻ, ബലപ്പെടുത്തുന്നതിന് വേണ്ടി ദൈവം നമുക്ക് തന്നിരിക്കുകയാണ്. ഇന്ന് തൈലത്തിൻ്റെ ആവശ്യമില്ല. പരിശുദ്ധാത്മാവ് തന്നെ തൈലം ഒരു അടയാളമായി ഉപയോഗിച്ചിരുന്നു. എന്നാൽ ഇന്ന് പരിശുദ്ധാത്മാവിനെ തന്നെ നമുക്ക് ദൈവം വരമായിട്ട് തന്നിരിക്കുന്നു. നമുക്ക് അഭിഷേകം തന്നിരിക്കുന്നതായ പരിശുദ്ധാത്മാവിനാൽ നമ്മെ അവൻ മുദ്ര ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് ഇന്ന് സഭയായിട്ട് നാം അഭിഷേകം ചെയ്യപ്പെട്ടിരിക്കുന്നു, കുടുംബമായിട്ട് നാം അഭിഷേകം ചെയ്യപ്പെട്ടിരിക്കുന്നു, കൂട്ടായ്മയായിട്ട് അഭിഷേകം ചെയ്യപ്പെട്ടിരിക്കുന്നു. നാം വിളിക്കപ്പെട്ടവരാകുന്നു, തിരഞ്ഞെടുക്കപ്പെട്ടവരാകുന്നു. ദൈവത്തിൻ്റെ ഉദ്ദേശം നിറവേറ്റുന്നതിന് വേണ്ടി നാം എല്ലാവരും ജീവിക്കേണ്ടവരാകുന്നു. നിങ്ങളിൽ രക്ഷിക്കപ്പെട്ടതായ ആളുകൾ കരമുയർത്താമോ? നിങ്ങളിൽ ദൈവത്തിൻ്റെ ഒരു പദ്ധതിയുണ്ട് എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? നിങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ ഒരു ഉദ്ദേശമുണ്ട് എന്നത് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? നിങ്ങൾക്ക് ദൈവം തന്നിരിക്കുന്ന താലന്ത്, വരമെന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? അത് ദൈവത്തിൻ്റെ ആത്മാവിനാൽ മുദ്ര ചെയ്യപ്പെടണമെന്നും അത് അഭിഷേകം ചെയ്യപ്പെടണമെന്നും ദൈവം നിന്നോട് കൂടെ ഇരുന്ന് ദൈവം നൽകിയിരിക്കുന്ന ആ വരത്തെ, ആ താലന്തിനെ ഉപയോഗിക്കണമെന്നും നീ ആഗ്രഹിക്കുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ നമ്മുടെ മധ്യയിൽ ദൈവത്തിൻ്റെ ഒരു അത്ഭുതം നടക്കുവാനിടയാകും. എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. നാം പ്രാർത്ഥിക്കാൻ പോവുകയാണിപ്പോൾ. നിന്നിലുള്ള വരം എന്താണ്? ദൈവത്തിൻ്റെ ആഗ്രഹം എന്താണ്?
നിന്നിലുള്ള ദൈവത്തിന്റെ വിളി എന്താണ് നീ മനസ്സിലാക്കിക്കൊണ്ട്, കർത്താവേ, ഈ ദിവസം പരിശുദ്ധാത്മാവിനാൽ എന്നെ അഭിഷേകം ചെയ്യണമേ എന്ന് എല്ലാ വ്യക്തികളും കർത്താവിനോടൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. കർത്താവേ, നിന്റെ അഭിഷേകം ഞങ്ങൾക്ക് വേണം. കർത്താവേ, നിന്റെ കൂട്ടായ്മ എനിക്ക് വേണം. നിന്റെ സാന്നിധ്യം എനിക്ക് നൽകണമേ. നിന്റെ ആത്മാവിനെ എന്നിൽ പകരണമേ. നിന്റെ ആത്മാ അഭിഷേകം എനിക്ക് നൽകണമേ. എൻ്റെ ശക്തിയാൽ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. എൻ്റെ ബലത്താൽ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. കർത്താവേ, ഇതാ എന്നെ നിന്നിൽ ഏൽപ്പിക്കുന്നു, നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. നീ എന്നെ രക്തം കൊടുത്ത് വാങ്ങിയതാണല്ലോ. നിന്റെ ഹിതപ്രകാരം ജീവിക്കാൻ സഹായിക്കണമേ എന്ന് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും വായ് തുറന്ന് കർത്താവിനോട് പ്രാർത്ഥിച്ചാട്ടെ. 2 കരങ്ങളും ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിച്ചാട്ടെ. 2 കരങ്ങളും ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിച്ചാട്ടെ. നിന്റെ അഭിഷേകം എനിക്ക് വേണം കർത്താവേ. നിന്റെ അഭിഷേകം എനിക്ക് വേണം കർത്താവേ. നിന്റെ അഭിഷേകത്താൽ എന്നെ നിറയ്ക്കണമേ. നീ കർത്താവിനോടൊരു വാക്ക് ചോദിച്ചാൽ മതി, നിന്റെ ജീവിതത്തിൽ അത്ഭുതം നടക്കുവാനിടയാകും. പരിശുദ്ധനായ സ്നേഹമുള്ള പിതാവേ, ഈ പ്രത്യേക സമയത്ത് നിന്റെ പാദപീഠത്തിൽ ഞങ്ങളായിരിക്കുന്നു. വരണ്ടുണങ്ങിയ ഭൂമി വെള്ളത്തിനു വേണ്ടി കാക്കുന്നത് പോലെ നിന്റെ അഭിഷേകത്തിനു വേണ്ടി ഞങ്ങൾ കാക്കുകയാണ്. നിരാശപ്പെടുകയും ഭാരപ്പെട്ടിരിക്കുകയും ചെയ്യുന്നതായ ഞങ്ങൾ നിന്റെ ആശ്വാസത്തിനു വേണ്ടി കാക്കുകയാണ്. ശക്തി നഷ്ടപ്പെട്ട് ബലഹീനരായിപ്പോയ ഞങ്ങൾ നിന്റെ ആത്മശക്തിക്ക് വേണ്ടി കാത്തിരിക്കുകയാണപ്പാ. നിനക്ക് വേണ്ടി വീണ്ടും ജീവിക്കുവാൻ ഉള്ളതായ ശക്തി ഞങ്ങൾക്ക് നൽകണമേ. സർവ്വലോകത്തിലും സുവിശേഷം അറിയിക്കുന്ന പ്രക്രിയയിൽ ഞങ്ങളെയും നീ ഉപയോഗിക്കണമേ. എന്നെ നീ ഉപയോഗിക്കുമാറാകണമേ. നിന്റെ പദ്ധതിക്ക് വേണ്ടി, നിന്റെ ഹിതം നിറവേറ്റുന്നതിന് വേണ്ടി, നിന്റെ പദ്ധതിയെ ചെയ്യുന്നതിന് വേണ്ടി ഏതു താലന്തുകളാണോ നീ കൊടുത്തിരിക്കുന്നത്, ആ താലന്തുകളിലേക്ക് നിന്റെ പരിശുദ്ധാത്മാവിനെ പകരുമാറാകണമേ. വാക്ചാതുര്യമുള്ള വ്യക്തികളെ ഞങ്ങൾ എഴുന്നേൽപ്പിക്കുമാറാകണമേ. പ്രാർത്ഥനയിൽ പോരാടുന്ന യുദ്ധ പ്രാവീണ്യമുള്ളവരെ എഴുന്നേൽപ്പിക്കണമേ അപ്പാ. സംഗീത ഉപകരണങ്ങൾ ഉപയോഗിക്കുവാൻ കഴിവുള്ള ആളുകളെ നീ എഴുന്നേൽപ്പിക്കുമാറാകണമേ. ശബ്ദമുയർത്തി കർത്താവിനെ പാടി ആരാധിക്കുവാൻ കഴിയുന്നതായ കഴിവുള്ള ആളുകളെ നീ എഴുന്നേൽപ്പിക്കുമാറാകണമേ അപ്പാ. സാമർഥ്യമുള്ളവരായിട്ട് എല്ലാം നോക്കി നടത്തുവാനായിട്ട് സുവിശേഷത്തിന്റെ വേലയ്ക്ക് വേണ്ടി ഒരുക്കമുള്ള ആളുകളെ ഞങ്ങളുടെ നടുവിൽ നിന്ന് നീ എഴുന്നേൽപ്പിക്കുമാറാകണമേ കർത്താവേ. മാധ്യമങ്ങളിൽ കൂടി, മീഡിയയിൽ കൂടി സർവ്വലോകത്തിലേക്കും സുവിശേഷം അറിയിക്കുവാൻ കഴിവുള്ളതായ ആളുകളെ അഭിഷേകം ചെയ്തുകൊണ്ട് കർത്താവെ, യൂട്യൂബിൽ കൂടി, ഫേസ്ബുക്കിൽ കൂടി, ട്വിറ്ററിൽ കൂടി കർത്താവിന്റെ സുവിശേഷത്തെ അറിയിക്കുവാൻ കഴിയുന്ന കഴിവുള്ള ആളുകളെ ഞങ്ങളുടെ നടുവിൽ നിന്ന് നീ എഴുന്നേൽപ്പിക്കുമാറാകണമേ. നിന്റെ അഭിഷേകം ഞങ്ങൾക്ക് നൽകുമാറാകണമേ. നൈപുണ്യം ഞങ്ങൾക്ക് നൽകുമാറാകണമേ. നിന്റെ കൃപ ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ ബലഹീനതകളെ ബലമായിട്ട് മാറ്റണമേ. പ്രാർത്ഥനാ മനുഷ്യരെ ഞങ്ങളുടെ നടുവിൽ നിന്ന് എഴുന്നേൽപ്പിക്കണമേ. ഞങ്ങളുടെ യുവാക്കളെ ദർശിക്കണമേ. യൗവനക്കാരെ അഭിഷേകം ചെയ്യണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. ഭാര്യാഭർത്തൃ ബന്ധത്തിന്റെ നടുവിൽ പിശാച് കൊണ്ടുവരുന്ന എല്ലാ തന്ത്രങ്ങളെയും നസ്രയനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ബന്ധിക്കുകയാണ്. ഐക്യതയുള്ള ഭാര്യാഭർത്താക്കന്മാരെ എഴുന്നേൽപ്പിക്കണമേ. മക്കളെ കർത്താവിന്റെ നാമത്തിനു വേണ്ടി എഴുന്നേൽപ്പിക്കുമാറാകണമേ. ഞങ്ങളുടെ കൊച്ചുകുട്ടികളെ അനുഗ്രഹിക്കുമാറാകണമേ. ഞങ്ങളുടെ വാർദ്ധക്യത്തിലുള്ളവരെ ദർശിക്കണമേ. പ്രായമുള്ളവർ മരിച്ച് നരകത്തിൽ പോകാൻ ഇടയാകരുതേ. വാർദ്ധക്യത്തിനും ഫലമുള്ളവരായിട്ട് നിർത്തുമാറാകണമേ. കുടുംബമായി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങൾ സഭയെല്ലാം ചേർന്ന് ഒരേ അഭിഷേകത്തോടുകൂടി സഭയായിട്ട് മുൻപോട്ട് പോകുവാനുള്ള കൃപ ഞങ്ങൾക്കെല്ലാവർക്കും നൽകുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നതുപോലെ ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങളെ യഹോവയെ സേവിക്കുമെന്ന വചനമനുസരിച്ച് ജീവിക്കാൻ സഹായിക്കണം എന്ന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. ആമേൻ. യേശുവേ, 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 യേശുവേ. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും. നീ മാത്രം രാജാവെന്നും. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും. നീ മാത്രം രാജാവെന്നും. യേശുവേ, 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 യേശുവേ,
യേശുവേ യേശുവേ